കലാഭവൻ മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം ഇല്ലായിരുന്നുവെന്ന് ആവർത്തിച്ച് കൊച്ചി അമൃത ആശുപത്രിയുടെ റിപ്പോർട്ട്. മരണവുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടത്തിന്റെ പൂർണ്ണ റിപ്പോർട്ട് പോലീസിന് കൈമാറി. കരൾ രോഗവും കിഡ്നിയുടെ തകരാറുമാണ് മരണകാരണമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. പോലീസ് ഡോക്ടർമാരുടെയും ലാബ് ജീവനക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ദിൽജിത്ത് ചേരുന്നു. ദിൽജിത്ത്, ആശുപത്രി അധികൃതർ ഇത്തരത്തിൽ കീടനാശിനിയുടെ അംശമില്ല എന്ന് ആവർത്തിക്കുന്നു. അതേസമയം മെഥനോളിന്റെ അംശം ഉണ്ടായിരുന്നു ആ സമയത്ത് നിന്നും വ്യക്തമാക്കുന്നുണ്ട്. പൂർണ്ണമായ റിപ്പോർട്ടിലേക്ക് റിപ്പോർട്ട് ആശുപത്രി അധികൃതർ കൈമാറുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്? വൈരുദ്ധ്യം ഏത് നിലയിൽ നിഴലിക്കുന്നു? പ്രജീഷ്, കലാഭവൻ മണിയുടെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക കണ്ടെത്തലുകൾ ആവർത്തിച്ചാണ് പൂർണ്ണ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറിയത്. കരൾ രോഗം മൂർച്ഛിച്ചതും ആന്തരിക രക്തസ്രാവവും വൃക്കരോഗവും മരണത്തിന് കാരണമായതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ അന്തിമ വിലയിരുത്തൽ. കരൾ ഗുരുതരാവസ്ഥയിലായിട്ടും വലിയ അളവിൽ ബിയർ ഉപയോഗിച്ചിരുന്നത് മണിയുടെ ആരോഗ്യസ്ഥിതി വളരെ മോശമാക്കി. മരണസമയത്ത് കരളിൽ വെള്ളം കിട്ടുന്ന അവസ്ഥയിലായിരുന്നു മണിയുടെ ശരീരം. വൃക്കയിൽ രക്തസ്രാവവും അണുബാധയും ബാധിച്ചിരുന്നു. പഴുപ്പ് മൂലം വലിയ അണുബാധയാണ് വൃക്കയിൽ ഉണ്ടായിരുന്നത്. ഇതും മരണത്തിലേക്ക് നയിച്ചിരുന്നു എന്നാണ് ഡോക്ടർമാരുടെ കണ്ടെത്തൽ. ഗുരുതരാവസ്ഥയിലായ കലാഭവൻ മണിയെ ചികിത്സിച്ച കൊച്ചിയിലെ അമൃത ആശുപത്രി അധികൃതരിൽ നിന്നും അന്വേഷണ സംഘം മൊഴിയെടുത്തിരുന്നു. മണിയെ ചികിത്സിച്ച ഡോക്ടർമാരും ലാബ് ടെക്നീഷ്യന്മാരും കീടനാശിനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് മൊഴി നൽകിയിട്ടുള്ളത്. പക്ഷേ മെഥനോളിന്റെ അംശം ശരീരത്തിൽ എത്തിയിരുന്നതായി സ്ഥിരീകരിക്കപ്പെട്ടതായി ലാബ് ടെക്നീഷ്യന്മാർ മൊഴി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ കാക്കനാട്ടെ സർക്കാർ ലബോറട്ടറിയിൽ നടത്തിയ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ റിപ്പോർട്ടിലാണ് ഈ കീടനാശിനിയുടെ അംശം കണ്ടെത്തിയത്. എന്നാൽ കീടനാശിനി ഏത് അളവിൽ ശരീരത്തിൽ എത്തി എന്ന കാര്യത്തിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല. അത്തരത്തിലുള്ള പരിശോധനകൾ കാക്കനാട്ടെ സർക്കാർ ലബോറട്ടറിയിൽ നടത്താൻ സാധിച്ചിരുന്നില്ല. ഇതുകൊണ്ട് തന്നെ കലാഭവൻ മണിയുടെ ആന്തരിക അവയവങ്ങളും മരണത്തിന് മുമ്പ് ചികിത്സ ആവശ്യത്തിനായി ശേഖരിച്ച രക്തവും മൂത്രവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമെല്ലാം ഇപ്പോൾ ഹൈദരാബാദിലെ കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ പരിശോധനയിൽ കീടനാശിനിയുടെ അളവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഏത് അളവിൽ കീടനാശിനി ശരീരത്തിൽ എത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞ ആയിരിക്കും മരണകാരണം സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണത്തിൽ എത്താൻ സാധിക്കുക. പ്രത്യേകിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കരൾ രോഗം മൂർച്ഛിച്ചതും വൃക്കരോഗവുമാണ് മരണത്തിലേക്ക് നയിച്ചത് അടക്കമുള്ള റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കീടനാശിനിയുടെ അംശം സ്ഥിരീകരിക്കുമ്പോൾ അതിൽ ഏത് അളവിൽ കീടനാശിനി ശരീരത്ത് എത്തിച്ചേർന്നു എന്ന കാര്യം കൂടി അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഫോറൻസിക് ലബോറട്ടറിയിൽ നിന്നുള്ള പരിശോധന ഫലത്തിലായുള്ള കാത്തിരിപ്പിലാണ് അന്വേഷണ സംഘം. ഏതായാലും ആത്മഹത്യ, കൊലപാതകം എന്നീ രണ്ട് സാധ്യതകൾക്കുള്ള അന്വേഷണങ്ങൾക്കിടെ സ്വാഭാവിക മരണം എന്ന തലത്തിലേക്കും അന്വേഷണം നീങ്ങുന്നുണ്ട്. പ്രജീഷ്, തെളിവുകൾ സംബന്ധിച്ചൊക്കെ ഏത് രീതിയിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്? കസ്റ്റഡിയിൽ പലരെയും ചോദ്യം ചെയ്യലിലൂടെ ലഭിച്ച കാര്യങ്ങൾ, കാരണം നിയമപരമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ അടക്കമുള്ള വസ്തുതകൾ ഇനിയും ഒരുപക്ഷെ ദിവസങ്ങൾ കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. അതേസമയം വ്യക്തമായ ഒരു നിഗമനങ്ങളിലേക്ക് പോലീസിന് ഇപ്പോഴും പോകാൻ കഴിയുന്നില്ല എന്നാണോ? തീർച്ചയായും പ്രജീഷ്, ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുകളിലായി നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങളിൽ നിരവധി ആളുകളെ ചോദ്യം ചെയ്തു. മണിയുടെ സുഹൃത്തുക്കൾ, മണിക്കൊപ്പം ഉണ്ടായിരുന്ന നടന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ, മണിയുടെ സഹോദരൻ, മണിയുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ ഭാര്യാപിതാവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ എന്നിവരിൽ നിന്നെല്ലാം മൊഴി രേഖപ്പെടുത്തിയിരുന്നു. എന്നാൽ സംശയകരമായ സാഹചര്യത്തിൽ ഈ സംശയം ജനിപ്പിക്കുന്ന മൊഴികളൊന്നും തന്നെ ഇവരിൽ നിന്നും കണ്ടെത്താനായിട്ടില്ല. പ്രത്യേകിച്ച് മണിയുടെ സംശയകരമായ സാഹചര്യത്തിൽ മണിയുടെ പാടി എന്ന ഔട്ട് ഹൗസിൽ നിന്ന് ചാക്കിൽ സാധന സാമഗ്രികൾ കടത്തിക്കൊണ്ടുപോയ ഒരു സാഹചര്യം ഏറെ സംശയം ജനിപ്പിച്ചിരുന്നു. എന്നാൽ ഇത്തരത്തിൽ കടത്തിക്കൊണ്ടുപോയത് മറ്റു ചില വസ്തുക്കളാണ്, പച്ചക്കറി ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് കൊണ്ടുപോയത് എന്ന കാര്യം പോലീസിന്റെ മൊഴിയെടുപ്പിൽ വ്യക്തമായിട്ടുണ്ട്. പോലീസിന് അത് സംബന്ധിച്ച വ്യക്തമായ സൂചനകൾ ലഭ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ 3 പേർ, മണിയുടെ സഹായികളായിട്ടുള്ള 3 പേരെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇവരുടെ അറസ്റ്റ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് മണി അല്ലെങ്കിൽ മണിയെ കൊലപാതകം എന്ന സാധ്യതയിലേക്ക് സാധൂകരിക്കുന്ന തരത്തിലുള്ള സാധ്യതകൾ ഒന്നും തന്നെ ലഭ്യമായിട്ടില്ല. അതോടൊപ്പം തന്നെ മണിയുടെ വീടിനടുത്ത് നിന്ന് കണ്ടെത്തിയ ഈ കീടനാശിനികൾ മണിയുടെ ശരീരത്തിൽ എത്തിയതാണ് എന്ന് സ്ഥിരീകരിക്കാവുന്ന തരത്തിലുള്ള യാതൊരു തെളിവുകളും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഈ കൊലപാതകം എന്ന ഒരു സാധ്യതയിലേക്ക് എത്തിച്ചേരാവുന്ന തെളിവുകളൊന്നും തന്നെ ഇതുവരെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതുകൊണ്ട് തന്നെ സ്വാഭാവിക മരണം അല്ലെങ്കിൽ ആത്മഹത്യ എന്നീ 2 സാധ്യതകളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ദിൽജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് ജില്ലയിൽ നിയമവിരുദ്ധമായി വിറ്റ സർക്കാർ ഭൂമിക്ക് നിയമസാധുത നൽകിയ റവന്യൂ വകുപ്പിന്റെ ഉത്തരവ്.
ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കാസർഗോഡ് ദളാൽ പ്രകാശ് എസ്റ്റേറ്റ് മുറിച്ചുവിറ്റ് 264.41 ഏക്കർ ഭൂമിയുടെ കരം സ്വീകരിക്കാനാണ് റവന്യൂ വകുപ്പ് ഉത്തരവിട്ടത്. സർക്കാർ ഭൂമി കോടികൾക്ക് വിറ്റ കമ്പനിക്കെതിരെ കേസില്ല. കാസർഗോഡ് ജില്ലയിൽ ഹോസ്ദുർ താലൂക്കിൽ പ്രകാശ് പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് മുറിച്ചുവിറ്റ 264.41 ഏക്കർ ഭൂമിക്ക് നിയമസാധുത നൽകിയുള്ള ഉത്തരവാണ് റവന്യൂ വകുപ്പ് പുറത്തിറക്കിയത്. ഉത്തരവിന്റെ പകർപ്പ് പീപ്പിളിന് ലഭിച്ചു. ഭൂപരിഷ്കരണ നിയമപ്രകാരം 275 ഏക്കർ ഭൂമിക്കാണ് തോട്ടത്തിന് നൽകുന്ന ഇളവ് വ്യവസ്ഥകൾക്കനുസൃതമായി നൽകിയിരുന്നത്. എന്നാൽ ഇളവ് വ്യവസ്ഥ ലംഘിച്ച് കമ്പനി പലപ്പോഴായി ഭൂമി മുറിച്ചുവിറ്റു. നിയമലംഘനം നടത്തിയ കമ്പനിയുടെ കൈവശമുള്ള ഭൂമി മിച്ചഭൂമിയായി ഏറ്റെടുക്കണമെന്നതാണ് ചട്ടം. 205 വ്യക്തികൾക്കായാണ് ഭൂമി കമ്പനി കൈമാറിയിരിക്കുന്നത്. ഇവരുടെ അപേക്ഷ പരിഗണിച്ചാണ് കമ്പനി കോടിക്കണക്കിന് രൂപയ്ക്ക് മുറിച്ചുവിറ്റ മിച്ചഭൂമിക്ക് കരം സ്വീകരിക്കാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെയാണ് കമ്പനി സർക്കാർ ഭൂമി കൈമാറിയത്. സർക്കാർ ഭൂമി വിറ്റ കമ്പനിക്കെതിരെ റവന്യൂ വകുപ്പ് ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല എന്നതും ദുരൂഹമാണ്. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനപ്രകാരം പുറത്തിറങ്ങിയ ഉത്തരവിന്റെ പിന്നിൽ കോടികളുടെ ഇടപാടുകൾ നടന്നതായാണ് സൂചന. ലെസ്ലി ജോൺ, ഇടുക്കി. കാസർഗോഡ് ദളാൽ എസ്റ്റേറ്റിന്റെ ഉടമ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇഷ്ടക്കാരനായിരുന്ന പുതുപ്പള്ളിക്കാരൻ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് കൺവീനറായിരുന്ന CG ജോർജിന്റേതാണ് പ്രകാശ് എസ്റ്റേറ്റ്. പരേതരായ ജോർജിന്റെ മകനാണ് നിലവിലെ MD. നിയമവിരുദ്ധമായി ഭൂമി വിറ്റതിന് വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത കാര്യം മറച്ചുവെച്ചാണ് മുഖ്യമന്ത്രിയുടെ ഇഷ്ടക്കാരന് വേണ്ടി റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. കേരള ഭൂപരിഷ്കരണ നിയമം ലംഘിച്ച് കാസർഗോഡ് ബലാളിൽ 264.41 ഏക്കർ സർക്കാർ ഭൂമി കോടികൾക്ക് മറച്ചു വിറ്റത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വിശ്വസനായ CG ജോർജ് ആണ്. മുഖ്യമന്ത്രി മുൻകൈയെടുത്ത് തുടക്കം കുറിച്ച പുതുപ്പള്ളി വില്ലേജ് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക്, മീനടം പ്രിയദർശിനി സ്പില്ലിംഗ് മില്ല് തുടങ്ങിയവയുടെ സാരഥ്യം CG ജോർജിനായിരുന്നു. കൂടാതെ പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ തുടങ്ങി നിലകളിലും CG ജോർജ് പ്രവർത്തിച്ചു വന്നു. ഇതാണ് സർക്കാർ ഭൂമി മറച്ചുവിറ്റതിന് നിയമസാധുത നൽകാൻ കാരണമായിരിക്കുന്നത്. 275 ഏക്കറുള്ള തോട്ടത്തിലെ നിയമവിരുദ്ധ ഇടപാടുകൾക്കെതിരെ നിലവിലെ ഉടമയും CG ജോർജിന്റെ മകൻ അനിൽകുമാർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ വിജിലൻസ് കേസ് നിലനിൽക്കുന്നുണ്ട്. ഇത് മറച്ചുവെച്ചാണ് മിച്ചഭൂമിയായി സർക്കാർ ഏറ്റെടുക്കേണ്ടിയിരുന്ന ഭൂമി 205 വ്യക്തികൾക്കായി കൈമാറിയത്. പണം നൽകി ഭൂമി വാങ്ങിയവരുടെ ദുരിതം അപേക്ഷയായി എഴുതി വാങ്ങിയാണ് നിയമവിരുദ്ധമായി വിറ്റ ഭൂമിക്ക് കരമീടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ കരം സ്വീകരിച്ചാൽ ഭാവിയിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം നിലവിൽ പണം നൽകിയവർക്ക് ലഭിക്കില്ല. മാത്രമല്ല, സമാനമായി കോടതിയുടെ പരിഗണനയിലുള്ള കേസുകൾക്ക് സർക്കാരിന്റെ പുതിയ ഉത്തരവ് തിരിച്ചടിയാകുമെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ലെസ്ലി ജോൺ, ഇടുക്കി. P. ജയരാജന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിശദാംശങ്ങൾ PV ജോഷില നൽകും. ജോഷില, വിവരങ്ങൾ. പ്രജീഷ്, CPM ജില്ലാ സെക്രട്ടറി P. ജയരാജന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1 മാസക്കാലമായി അദ്ദേഹം റിമാൻഡിലായിരുന്നു. ഇനി ഏപ്രിൽ 8 വരെ അദ്ദേഹത്തിന്റെ റിമാൻഡ് കാലാവധി നീട്ടുകയായിരുന്നു കോടതി. എന്തായാലും ഇന്ന് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജാമ്യ വ്യവസ്ഥകൾ കോടതി റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതിനുശേഷം മാത്രമേ വിശദീകരിക്കാനാവൂ. എന്തായാലും CPIM നേരത്തെ പറഞ്ഞതുപോലെ തന്നെ CBI RSSന്റെ തന്ത്രങ്ങൾക്ക് സമ്മർദ്ദത്തിന് വഴങ്ങി ഗൂഢാലോചന നടത്തി CPIM ജില്ലാ സെക്രട്ടറിയെ കേസിൽപ്പെടുത്താനുള്ള കളി കളിക്കുകയായിരുന്നു. ഈ ഗൂഢാലോചനയ്ക്ക് എതിരെ നിയമപരമായി നേരിടുമെന്നുള്ള CPIMന്റെ വാദം അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. CPIM നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിയമപരമായി ഈ കേസിനെ നേരിട്ടിരിക്കുന്നു എന്ന് വേണം പറയാൻ. 2014 സെപ്റ്റംബർ 1 കതിരൂരിൽ എലന്തോട്ടത്തിൽ മനോജ് കൊല്ലപ്പെട്ടത്. 505 ദിവസം P. ജയരാജൻ കേസിൽ പ്രതിയല്ലെന്ന് കോടതിയെ CBI അറിയിച്ചിരുന്നു. എന്നാൽ 505 ദിവസത്തിന് ശേഷം പിന്നീട് UAPA വകുപ്പ് ചേർക്കുകയും അദ്ദേഹത്തെ പ്രതിയാക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടത്തുകയും ചെയ്തിരുന്നു. ഇതിനെതിരെയായിരുന്നു CPIM കോടതിയെ സമീപിച്ചത്. എന്തായാലും P. ജയരാജന് ഇപ്പോൾ കോടതി നിയമപരമായി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജോഷില, CVയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ച വാദഗതികളെ തള്ളുകയും അതേസമയം ജയരാജന്റെ അഭിഭാഷകൻ ഉന്നയിച്ച കാര്യങ്ങൾക്ക് വസ്തുത ഉണ്ട് നിലവിലെ സാഹചര്യത്തിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട്. അത് ആ അർത്ഥത്തിൽ കോടതി ഇക്കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ട് ജാമ്യം അനുവദിക്കുകയായിരുന്നുവോ?
തീർച്ചയായും പ്രജീഷ്, നേരത്തെ കുടുംബക്ഷേത്രത്തിൽ ഗൂഢാലോചന നടന്നു എന്നുള്ള രീതിയിലുള്ള വാദങ്ങളായിരുന്നു CBI നടത്തിയിരുന്നത്. പി ജയരാജന്റെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം പ്രതി വിക്രമൻ എത്തിയതെന്നും ഈ വിക്രമൻ ചികിത്സ നൽകിയതൊക്കെ പി ജയരാജന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുമായിരുന്നു ഇന്നലെ വരെ CBI കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഇതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കണ്ണൂർ ജില്ലയിൽ സംഭവിച്ച എല്ലാ രാഷ്ട്രീയ സംഭവങ്ങളിലും പി ജയരാജൻ പ്രതിയാണ് എന്ന് പറയുന്നത് അസംബന്ധമാണെന്നും ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമാണെന്നും RSSന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി CBI പി ജയരാജനെ കേസിൽ പ്രതി ചേർക്കുകയായിരുന്നുവെന്നായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് പി വിഷൻ കോടതിയിൽ വാദിച്ചത്. ഈ വാദം ശരിയാണെന്ന് വെക്കുന്നതാണ് ഇന്നത്തെ കോടതി വിധി. എന്തായാലും CBIയുടെ എല്ലാ വാദങ്ങളെയും ഖണ്ഡിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു കോടതി വിധി വന്നിരിക്കുന്നു. CPIMന് അനുകൂലമായ വിധത്തിലാണ് കോടതി വിധി വന്നിരിക്കുന്നത്. പി ജയരാജന് അനുകൂലമായ വിധത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി പ്രതി ചേർക്കുകയായിരുന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള കോടതി വിധിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ജോഷില, പുറത്തിറങ്ങിയാൽ ജയരാജൻ സാക്ഷികളെ സ്വാധീനിക്കും, മാത്രമല്ല കേസിന്റെ തുടർന്നുള്ള പോക്കിനെയൊക്കെ തന്നെ മുന്നോട്ടുള്ള ഗതിയൊക്കെ തന്നെ നിയന്ത്രിച്ചേക്കാം തുടങ്ങി വളരെ പട്ടിക നിരത്തിയുള്ള കാര്യങ്ങളായിരുന്നു കോടതിയിൽ CBIയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു പക്ഷേ അവിടെ പ്രസക്തമായും എടുത്തു പറഞ്ഞത്? തീർച്ചയായും പ്രജീഷ്, ഇന്നലെ വാദത്തിനിടെ CBI അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ കാര്യം ജാമ്യം നൽകിയാൽ കേസ് അട്ടിമറിക്കും, ഈ കേസ് അട്ടിമറിക്കാവുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടാവും എന്നുള്ള രീതിയിലുള്ള വാദങ്ങളായിരുന്നു ഇന്നലെ CBI അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത്. എന്നാൽ ഇത്തരത്തിൽ ഒരു സംഭവം ഇതെല്ലാം തന്നെ അദ്ദേഹത്തിനെതിരെയുള്ള എല്ലാ വാദങ്ങളും രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് എന്നുള്ള രീതിയിലുള്ള വാദങ്ങളാണ് ഇന്നലെ പി ജയരാജന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. മാത്രമല്ല ഇത്തരത്തിലുള്ള അദ്ദേഹത്തെ സംബന്ധിച്ച് ഇത്തരം വാദഗതികളെല്ലാം തന്നെ ആബ്സല്യൂട്ട്ലി ഫേക്കാണ്. പി ജയരാജൻ നേരത്തെ ക്ഷേത്രത്തിൽ നടന്ന ഗൂഢാലോചന എന്ന് പറയുന്നത് ഒരു സംഘം നടത്തുന്നതാണ് ക്ഷേത്രം, അതിലൊന്നും പി ജയരാജൻ അംഗമല്ല. മാത്രമല്ല അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ബൊലേറോ വാഹനം അദ്ദേഹം അന്ന് സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഉപയോഗിച്ചതാണ്. ഇതൊക്കെ തന്നെ CBI അദ്ദേഹത്തിന്റെ മേൽ കെട്ടിച്ചമക്കുന്ന കഥകളാണ്. അല്ലാതെ സാധാരണഗതിയിൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കെ ഒരു സൊസൈറ്റിയുടെ വാഹനം ഉപയോഗിക്കാൻ അധികാരമുണ്ട്, അതൊഴിഞ്ഞാൽ അദ്ദേഹമല്ല അത് ഉപയോഗിക്കുക, പിന്നീട് വരുന്നവരായിരിക്കും. അല്ലാതെ ഇത്തരത്തിൽ ഒരു കെട്ടിച്ചമച്ച കഥ CBI ബോധപൂർവം രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി കോടതിയിൽ അറിയിക്കുകയാണെന്ന വാദമായിരുന്നു ഇന്നലെ വരെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചത്. ഈ വാദഗതികളെല്ലാം ശരിയാണ് എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജോഷില, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് CPM ആവർത്തിക്കുന്ന ഒരു കേസ്, അവിടെയാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത്. കണ്ണൂരിൽ അടക്കം നിലവിലെ സാഹചര്യം, രാഷ്ട്രീയ പശ്ചാത്തലം, രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയം കൂടുതൽ ചൂടുപിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണ്. പി ജയരാജൻ എന്തായാലും ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എത്രത്തോളം ആവേശമാണ് ഒരു പക്ഷേ പ്രവർത്തകർക്കടക്കം ഇന്നുണ്ടായിരിക്കുന്നത്? പ്രജീഷ്, കഴിഞ്ഞ കുറെ കാലങ്ങളായി കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇത് CPIMന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം ആണ് എന്ന് വേണം കരുതാൻ. കാരണം പി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് 500-ലധികം വരുന്ന RSS പ്രവർത്തകർ, BJP പ്രവർത്തകർ, പാനൂരിൽ നിന്നടക്കമുള്ള 1000-ഓളം വരുന്ന BJP പ്രവർത്തകർ CPIMലേക്ക് മാറി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇതൊക്കെ ഒരു RSSനേറ്റ തിരിച്ചടി എന്ന രീതിയിലാണ് ജനം നോക്കിക്കണ്ടത്. അതുകൊണ്ട് തന്നെ പി ജയരാജനെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു തന്ത്രം എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കുക, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ള രീതിയിൽ കെട്ടിച്ചമച്ച കഥകളാണ് ഇത്തരത്തിൽ കതിരൂർ മനോജ് വധക്കേസിൽ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് UAPA ചുമത്തിക്കൊണ്ട് അദ്ദേഹത്തെ ജയിലിനുള്ളിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ച് നടത്തിയ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു കേസ് ഉണ്ടാക്കിയതെന്നായിരുന്നു CPIM അടക്കമുള്ള സംഘടനകളും അതുപോലെ തന്നെ ജനങ്ങളും പൊതുവെ വിലയിരുത്തിയിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു ആക്രമണം, അദ്ദേഹത്തിന്റെ നേരെ നിയമപരമായി നടത്തിയ ആക്രമണത്തെയാണ് ഇപ്പോൾ നേരിട്ടിരിക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ അത് CPIMനും പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിനും അനുകൂലമായ രീതിയിലേക്കുള്ള ഒരു സാഹചര്യം കടന്നു വരുന്നു എന്ന് വേണം കരുതാൻ. പി ജോഷിനെയാണ് വിശദാംശങ്ങൾ നൽകിയത്. പി ജയരാജന് ജാമ്യം ലഭിച്ചിരിക്കുന്നു. തലശ്ശേരി സെഷൻസ് കോടതിയാണ് ജയരാജന് ജാമ്യം അനുവദിച്ചത്.